ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദ ഷാഡോ 31 ഭാഗം. രചന ആമിക. അവതരണം ബിൻസു ഷിജി. മാഡം, ഞങ്ങൾ അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് കേസ് അങ്ങനെ ക്ലോസ് ചെയ്യാൻ നിയമപരമായി കഴിയില്ലല്ലോ. കുഞ്ഞിൻ്റെ മരണത്തിന് പിന്നിലെ ദുരൂഹത നീങ്ങിയിട്ടില്ല. ആകെ സംശയമുള്ളത് ഫൈസലിനെയാണ്. പക്ഷേ അവൻ വിദേശത്തായതുകൊണ്ട് ഇതുവരെ അവനെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും സാധിച്ചിട്ടില്ല. അന്വേഷണം നടക്കുന്നുണ്ട്, പക്ഷേ ഒരിടത്തും എത്തിയിട്ടില്ല. അതാണ് സത്യം. സുഗു തൻ്റെ നിസ്സഹായത തുറന്നു പറഞ്ഞു. സർ, ഫൈസൽ നാട്ടിലെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവനെ ചോദ്യം ചെയ്യാം. അത് പറയുമ്പോൾ ജമാലിൻ്റെ ഭാര്യയുടെ സ്വരത്തിൽ ഒരുതരം വെപ്രാളം നിഴലിക്കുന്നുണ്ടായിരുന്നു. അവർ അല്പനേരം ആലോചനയിൽ മുഴുകി, പിന്നെ സാവധാനം തുടർന്നു. ഇന്നലെ രാത്രി അവൻ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ എന്തോ കണ്ട് ഭയന്ന് അവൻ അലമ്പുറയിട്ട് ബഹളമുണ്ടാക്കി. പാതിരാത്രി തന്നെ ഇക്ക അവനെ അവൻ്റെ വീട്ടിൽ കൊണ്ടാക്കി. ഉടൻ തന്നെ ഗൾഫിലേക്ക് മടങ്ങണമെന്നാണ് അവൻ്റെ വാശി. അവൻ പോകുന്നതിന് മുമ്പ് തന്നെ അവനെ ചോദ്യം ചെയ്യണം. ഭാര്യയുടെ ഈ വാക്കുകൾ കേട്ട ജമാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. തലേ രാത്രിയിലെ ആ സംഭവങ്ങൾ ഭാര്യ ഇങ്ങനെ വെളിപ്പെടുത്തുമെന്ന് അയാൾ കരുതിയിരുന്നില്ല. സുഗുവിൻ്റെ മുഖത്ത് പെട്ടെന്നൊരു ഗൗരവം നിഴലിച്ചു. ഫൈസലിൻ്റെ അപ്രതീക്ഷിത വരവും അവൻ്റെ ഭയവും കേസിൻ്റെ ഗതി തന്നെ മാറ്റുമെന്ന് സുഗുവിന് ഉറപ്പായി. ആ നിശബ്ദതയെ ഭേദിച്ച് ജമാലിൻ്റെ ഭാര്യ തുടർന്നു. സർ, ഒരു കാര്യം കൂടി പറയാനുണ്ട്. അന്ന് നിങ്ങളുടെ പരിശോധന കഴിഞ്ഞു പോയതിന് ശേഷം ഒരേ ഒരു തവണ മാത്രമാണ് ഞാൻ മോളുടെ മുറിയിൽ പോയിട്ടുള്ളത്. അന്നെല്ലാം പഴയതുപോലെ ഭംഗിയായി അടുക്കി വൃത്തിയാക്കി വെച്ചിട്ടാണ് ഞാൻ താഴേക്ക് പോകുന്നത്. പക്ഷേ അതിനുശേഷം ഇന്നലെയാണ് ഞാൻ ആ മുറിയിലേക്ക് വീണ്ടും കടന്നത്. അവർ ഒരു നിമിഷം നിർത്തി ആഴത്തിലുള്ളൊരു ദീർഘനിശ്വാസത്തോടെ തുടർന്നു. അവിടെ ചെന്നപ്പോൾ മോളുടെ സാധനങ്ങളെല്ലാം ആരോ വലിച്ചു വാരിയിട്ടിരിക്കുന്നു. പാച്ചു മാത്രമേ ആ മുറിയിലേക്ക് അതിനുശേഷം കടന്നിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ അവൻ എന്തായിരിക്കും അവിടെ തിരഞ്ഞത്? ഇതൊന്നും എനിക്ക് അവനോട് നേരിട്ട് ചോദിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ തന്നെ എല്ലാം ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഒരുപക്ഷെ എന്തെങ്കിലും തുമ്പ് കിട്ടിയാലോ? ഭാര്യയുടെ വാക്കുകൾ കേട്ട് ജമാലിൻ്റെ ഞെട്ടൽ പൂർണ്ണമായി. ഇവൾക്കിത് എന്തു പറ്റി? ഇന്നലെ വരെ ഫൈസലിനെ സ്വന്തം മകനെ പോലെ കണ്ടവളാണ്. എന്തായിരിക്കും പെട്ടെന്നുള്ള അവളുടെ ഈ വലിയ മാറ്റത്തിന് കാരണം? ഭാര്യയുടെ ഓരോ വാക്കുകളിലും അജ്ഞാതമായ എന്തോ ഒരു ദൃഢനിശ്ചയം ജമാൽ തിരിച്ചറിഞ്ഞു. സുഗു പിന്നെയും എന്തൊക്കെയോ ചോദിച്ചു. എല്ലാത്തിനും യാന്ത്രികമായി ഉത്തരം പറയുമ്പോഴും ജമാലിൻ്റെ ചിന്തകളിൽ എന്തെന്നില്ലാത്ത ഭയം നിറഞ്ഞിരുന്നു. ശരി സർ, ഞങ്ങൾ ഇറങ്ങുകയാണ്. ഞാൻ എന്തായാലും CI റോബിനെ വിളിക്കുന്നുണ്ട്. ഇനി മുന്നോട്ടുള്ള അന്വേഷണത്തിന് ഞങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാകും. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങും മുമ്പ് ജമാൽ സുഗുവിനൊരു വാക്ക് നൽകി. ഫെബ്രുവരി 10 പുലർച്ചെ 5:30 DIG രാംസുന്ദറിൻ്റെ വസതി. പുലർക്കാലത്തിൻ്റെ മഞ്ഞിൽ പൊതിഞ്ഞ ആ വീട് നിശബ്ദമായിരുന്നു. ഈ രാവിലെ എങ്ങോട്ടായി ഓട്ടം? കുറച്ച് കഴിയട്ടെ. എഴുന്നേൽക്കാൻ തുടങ്ങിയ ഭാര്യയെ ബ്ലാങ്കറ്റിനുള്ളിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് റാം ഉറക്കച്ചടവോടെ പറഞ്ഞു. റാം, വർഷ അസ്വസ്ഥതയോടെ വിളിച്ചു. മോൾ ഇന്നലെ വിളിച്ചില്ലല്ലോ. എന്തെന്നറിയില്ല, എനിക്കെന്തോ വല്ലാത്ത പേടി പോലെ. രാത്രി മുഴുവൻ ദുസ്വപ്നങ്ങളായിരുന്നു. റാം ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ പരിഹാസത്തോടൊപ്പം അല്പം അഹങ്കാരവും ഉണ്ടായിരുന്നു. എൻ്റെ വർഷ, നീ ഇപ്പോഴും ആ പഴയ പേടിത്തൊണ്ടും വിദ്യാഭ്യാസ മന്ത്രിയുടെ മകൾ തന്നെ. എടോ, നിന്നെപ്പോലല്ല അവൾ. എൻ്റെ മകളാണ്, DIG റാമിൻ്റെ മകൾ. പിന്നെ അവൾ ഫോൺ വിളിക്കാത്തത് റേഞ്ച് ഇല്ലാത്ത വല്ല കാട്ടിലും ഫോട്ടോ പിടിക്കാൻ നടക്കുന്നത് കൊണ്ടാവും. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് നാട്ടിലെ പറമ്പിൽ ചുറ്റി നടന്നാൽ പറ്റില്ലല്ലോ. പിന്നെ അവൾ തനിച്ചൊന്നുമല്ല, കൂടെ എസ്കോട്ടുമുണ്ട്. നീ വെറുതെ BP കൂട്ടാതിരിക്കെ. ദേ, എൻ്റെ ഡാഡിയെ പറഞ്ഞാലുണ്ടല്ലോ. വർഷ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു. പക്ഷെ പെട്ടെന്ന് അവളുടെ മുഖഭാവം മാറി. ദേഷ്യത്തിന് പകരം വല്ലാത്തൊരു വിഷാദം അവിടെ നിഴലിച്ചു. അവൾ തളർച്ചയോടെ കട്ടിലിരുന്ന് റാമിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. റാം, എപ്പോഴത്തെയും പോലെ ആയിരുന്നില്ല ഇത്തവണ. പോകാൻ നേരം അവൾ എന്നെ കെട്ടിപ്പിടിച്ച് ഏറെ നേരം നിന്നു. അപ്പോൾ അവളുടെ ശരീരത്തിൽ എന്തെന്നില്ലാത്തൊരു വിറയലുണ്ടായിരുന്നു. റാം മറുപടി പറഞ്ഞില്ല. പക്ഷെ അവൻ്റെ മുഖത്തെ പേശികൾ വല്ലാതെ വലിഞ്ഞു മുറുകി. വർഷ തുടർന്നു. എന്താണെന്നറിയില്ല റാം. കഴിഞ്ഞ മാസം നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ ഓർമ്മയില്ലേ? അവസാനമായി അവളൊന്ന് മനസ്സ് തുറന്ന് ചിരിച്ചു കണ്ടത് നമ്മൾ കേക്ക് മുറിക്കുന്ന ആ നിമിഷമാണെന്ന് തോന്നുന്നു.
അന്നു മുതൽ ഞാൻ അവളെ സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ വല്ലാതെ ഉൾവലിഞ്ഞിരുന്നു. ആ കണ്ണുകളിൽ എന്തോ ഒരു അർത്ഥമില്ലാത്ത മരവിപ്പുണ്ടായിരുന്നു. വർഷ അല്പം കൂടി അടുത്തിരുന്ന് റാമിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. അതെങ്ങനെയാ? മോൾക്കും അപ്പൻ്റെ അതേ സ്വഭാവമല്ലേ? മനസ്സിൽ എന്തൊക്കെ ഭാരമുണ്ടെങ്കിലും ഒന്നും തുറന്നു പറയില്ല. തൻ്റെ ഭാര്യയുടെ വാക്കുകൾ റാമിൻ്റെ മനസ്സിലെ ഉറപ്പുകളെ തകർത്തു തുടങ്ങി. എടോ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അതിനെ വിവേകത്തോടെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അവൾക്കുണ്ട്. നാളെ നമ്മുടെ മകളുടെ ജീവിതം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് എല്ലാ അവസ്ഥകളിലും ജീവിക്കാൻ അവൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പറയുമ്പോഴും തന്നിൽ ഉടനീളം പടരുന്ന ഒരു നീറ്റൽ റാം മറച്ചു വെച്ചു. ഒരുപക്ഷെ അവൾ തനിച്ചായിപ്പോയെന്ന തോന്നൽ അവൾക്കുണ്ടായിരിക്കുമോ? വർഷയുടെ ശബ്ദത്തിലെ നിരാശ അവനെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. അല്പനേരത്തെ മൗനത്തിന് ശേഷം അവൾ വിതുമ്പലോടെ ചോദിച്ചു, റാം, നമ്മുടെ കുഞ്ഞിനുണ്ടായിരുന്നെങ്കിൽ ജീവിതം എത്ര മനോഹരമായനെ. എല്ലാം എൻ്റെ തെറ്റാണ്. നിനക്കെന്നോട് വെറുപ്പാണോ? തകർന്നു പോയൊരു പെൺമനസ്സിൻ്റെ കുറ്റബോധം ആ ചോദ്യങ്ങളിൽ നിറഞ്ഞു നിന്നു. റാം അവളെ ചേർത്ത് പിടിച്ചു. അയാളുടെ കണ്ണുകളും പതുക്കെ നിറഞ്ഞു. ഭൂതകാലത്തിൻ്റെ ഇരുൾ വീണ ഓർമ്മകൾ ആ മുറിയിലെ ശാന്തതയെ ഭേദിക്കാൻ തുടങ്ങിയത് അവരറിഞ്ഞു. റാം കണ്ണുകൾ അടച്ചു കിടന്നു. വർഷയുടെ ആ ചോദ്യം അവനെ കൊണ്ടുപോയത് വർഷങ്ങൾക്ക് പിന്നിലേക്കാണ്. ആ പഴയ മനോഹരമായ വീട്, അവിടുത്തെ സന്തോഷകരമായ ദിനങ്ങൾ, പെട്ടെന്നൊരു നാൾ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എല്ലാം അവൻ്റെ ഓർമ്മകളിൽ തെളിഞ്ഞു വന്നു. ഡാഡി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ മമ്മി എപ്പോഴും എന്നെ ഉപദ്രവിക്കുകയാണ്. എന്തിനാ എന്നോട് മമ്മിക്ക് ഇത്ര ദേഷ്യം? 7 വയസ്സുകാരൻ്റെ ആ ചോദ്യം കേട്ടപ്പോൾ റാമിൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. അയാൾ നിറഞ്ഞ സ്നേഹത്തോടെ മകനെ ചേർത്ത് പിടിച്ചു. മകൻ്റെ കുഞ്ഞു കണ്ണുകളിൽ അന്ന് കണ്ട അതേ പേടി ഇന്നും മനസ്സിൽ മായാതെ നിൽപ്പുണ്ട്. എൻ്റെ കുഞ്ഞാ, നിന്നെ മമ്മിക്ക് എന്തിഷ്ടമാണെന്നറിയുമോ? അത് ഇപ്പം മമ്മിക്ക് അസുഖമായിട്ടല്ലേ. മുൻപൊക്കെ മമ്മി എത്ര സ്നേഹത്തോടെയാണ് മോനെ നോക്കിയിരുന്നത്. കുളിപ്പിച്ച് പുത്തൻ ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് ഭക്ഷണമൊക്കെ കഴിപ്പിച്ച് പാട്ടുപാടി ഉറക്കിയിരുന്ന മമ്മിയെ ഓർക്കുന്നില്ലേ? ആ വാക്കുകൾ പറയുമ്പോൾ റാമിൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അന്ന് ആ കുഞ്ഞിനെ സമാധാനിപ്പിക്കാൻ താൻ പറഞ്ഞ നുണകൾ, ഡോക്ടർ നൽകിയ വാഗ്ദാനങ്ങൾ എല്ലാം വെറും ഭ്രമങ്ങളായിരുന്നു. ചിലർക്കൊക്കെ കുഞ്ഞുവാവകൾ ഉണ്ടാകുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ മോൻ്റെ മമ്മിക്കും ചെറിയ പ്രശ്നമുണ്ട്. ഡോക്ടറുകൾ പറഞ്ഞു എല്ലാം പെട്ടെന്ന് മാറുമെന്ന്. ഡാഡി, നമ്മുടെ ബേബി നല്ല സുന്ദരിയാണ് കേട്ടോ. അവൾക്ക് എന്നെ ഒത്തിരി ഇഷ്ടമാണ്. മമ്മി കാണാതെ ഇടയ്ക്കൊക്കെ ഞാൻ അവളെ പോയി കാണാറുണ്ട്. സാരമില്ല, അസുഖം മാറുമ്പോൾ മമ്മി തന്നെ എൻ്റെ മടിയിൽ അവളെ വെച്ച് തരും. അവൻ വലിയ ഉത്സാഹത്തോടെ പറഞ്ഞു. ശരിയാ മോൻ പറഞ്ഞത്. മമ്മി പഴയ പോലെ തന്നെ മോനെ സ്നേഹിക്കും. ഇപ്പം മോൻ പോയി കളിച്ചോ കേട്ടോ. അവനിൽ നിന്നും ആ നിഷ്കളങ്കമായ ചോദ്യങ്ങൾ കേൾക്കാനുള്ള അശക്തി കൊണ്ടെന്ന പോലെ റാം ഒഴിഞ്ഞു മാറി. പക്ഷേ ആ നിമിഷങ്ങൾ റാമിൻ്റെ ഓർമ്മയിൽ വീണ്ടും ഒരു ഭാരമായി അമർന്നു. അന്ന് ആ സൈക്കാട്രിസ്റ്റിൻ്റെ വാക്കുകൾ അവൻ്റെ കാതിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ടായിരുന്നു. റാം, വർഷയെ കൂടുതൽ ശ്രദ്ധിക്കണം. അവൾക്ക് പോസ്റ്റ്പാർട്ടം ഡിപ്രഷനാണ്. സംഗതി അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. ചിലപ്പോൾ കുഞ്ഞിനെ അപകടപ്പെടുത്താൻ പോലും അവൾക്ക് തോന്നിയേക്കാം. അതുകൊണ്ട് അവൾക്കൊപ്പം എപ്പോഴും ഒരാളുടെ സാമീപ്യം ഉറപ്പാക്കണം. അന്നു മുതൽ വർഷയ്ക്ക് ചുറ്റും മാത്രമായിരുന്നു തൻ്റെ ലോകം. ജോലിയുടെ അമിതഭാരവും ഔദ്യോഗികമായ കടമകളും വേട്ടയാടുമ്പോഴും പൊന്നുമോളുടെ സുരക്ഷയെ താൻ മറന്നിരുന്നില്ല. പക്ഷേ ആ അതീവ ശ്രദ്ധയ്ക്കിടയിൽ എപ്പോഴും എൻ്റെ കുഞ്ഞിനെ മറന്നുപോയി. ആ ഒരൊറ്റ അശ്രദ്ധയ്ക്ക് താൻ കൊടുക്കേണ്ടി വന്ന വില. തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.